വ്യത്യസ്തമായ രണ്ട് മെഡിക്കൽ ശാഖകൾ. മോഡേൺ മെഡിസിൻ്റെ ഭാഗമായ ഫിസിയോതെറാപ്പിയും ഭാരതീയ പാരമ്പര്യം പിന്തുടരുന്ന ആയുർവേദവും. ഈ രണ്ട് ശാസ്ത്രശാഖകളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഓച്ചിറയിലെ തപസ്യയുടേത്. ഡിസ്ക് പ്രശ്നങ്ങളും PCODയും പോലുള്ള രോഗങ്ങളാൽ വലയുന്നവർക്ക് വലിയ ആശ്വാസമാവുകയാണ് ഡോക്ടർ ദീപ്തിയും സന്തോഷ് നാഥും. ഇതൊരു സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്. അതായത് വേർട്ടിബ്ര ഫ്രാക്ചറായിട്ട് ആക്സിഡൻറ്റിൽ വേർട്ടിബ്ര ഫ്രാക്ചറായിട്ട് സ്പൈനൽ കോഡ് ഡാമേജ് ആയതാണ്. ഏത് ലെവലിലാണോ അഫക്റ്റ് ആകുന്നത് ആ ലെവൽ മുതൽ താഴേക്ക് അര മുതൽ താഴോട്ട് കംപ്ലീറ്റ്ലി പാരലൈസ്ഡാണ്. ഇപ്പോൾ പുള്ളിക്കാരന് ഒരു റീഹാബിലിറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു സ്റ്റാൻഡിങ് ഫ്രെയിമുണ്ട്, നമുക്ക് ഒരു ടിൽറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കൊണ്ടുപോകും. അതുപോലെ മെയിൻലി കുറച്ച് സ്ട്രെങ്തൻ ചെയ്തെടുക്കുക, അങ്ങനത്തെ കുറേ വർക്കൗട്ടുകൾ ചെയ്യിച്ചിട്ട്. ഞാൻ വന്ന സമയത്ത് വെച്ചാൽ എനിക്ക് ഒരാളുടെ സഹായമില്ലാതെ എണീറ്റിരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഇപ്പം എൻ്റെ ഇവിടെ വന്നതിന് മാത്രമുള്ള മാറ്റം എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എണീറ്റിരിക്കാൻ പറ്റും, എവിടെയും പിടിക്കാതിരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒറ്റയ്ക്ക് ഓട്ടോയ്ക്കകത്തുനിന്ന് ഓട്ടോ ഡ്രൈവറുടെ സഹായത്തോടെ എനിക്ക് അതിനകത്ത് വന്ന് ഇറങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ട് വീൽ ചെയറിലോട്ട്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇപ്പം എനിക്ക് മസിലൊക്കെ ഇവിടെ പെയിൻ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് വന്നതായിട്ട്. മറ്റേത് ഒരു 1.5 വർഷം കൊണ്ട് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഈ ബാക്കിലൊക്കെ പെയിൻ അറിയുന്നുണ്ട്. പിന്നെ ഈ സ്പെൻസ് മിഷ്യൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ സെൻസേഷൻ്റെ ചെറിയ രീതിയിൽ അറിയുന്നുണ്ട്. അങ്ങനെ എനിക്ക് വന്നതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു മാറ്റമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അതേക്കൂട്ട് തന്നെ ഈ 3 വീൽ ഹാൻഡിക്യാപ്പ് വെഹിക്കിളിനകത്ത് ഇരിക്കാനുള്ള ഒരു ബാലൻസും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ എനിക്കായിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അതിനകത്ത് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആയുർവേദവും ഫിസിയോയും രണ്ട് മെഡിക്കൽ ശാഖകളാണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ രീതി എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം? ഞങ്ങൾ ശരിക്കും ആയുർവേദവും ഫിസിയോയും രണ്ടായിട്ട് തന്നെ ആയിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നീട് ഒന്നിച്ചൊരു സ്ഥാപനമായിട്ട് തുടങ്ങി, പക്ഷേ 2 വിങ്ങായിട്ടാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പല കേസുകൾ ഒത്തിരി റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആവുമോ എന്നുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു തുടങ്ങിയതാണ്. ശരിക്കും എൻ്റെ ഒരു ഇതിൽ നമ്മൾ ഫിസിയോ എന്ന് പറയുമ്പം യോഗയായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഫിസിയോയിൽ എക്സസൈസിൻ്റെ പാർട്ടൊക്കെ ബാക്കിയൊക്കെ വേറെയാണ്, എന്നാലും എക്സസൈസിൻ്റെ പാർട്ട് നമ്മുടെ യോഗ ആയിട്ട് കുറേ റിലേറ്റഡ്. നമ്മൾ സാധാരണ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ യോഗ അതിൻ്റെ ഒരു പാർട്ടായിട്ട് കൊടുക്കാറുണ്ട്. ആ ഒരു തോട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ കുറേ നാൾ വേണ്ടി വന്നു. ആദ്യമൊക്കെ കുറേ ഫ്ലോപ്പൊക്കെ ഉണ്ടായി. പിന്നീട് കുറേ നാൾ വേണ്ടി വന്നു ഞങ്ങളുടെ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടേതായ ഒരു പ്രോട്ടോക്കോൾ ഞങ്ങൾക്കുണ്ട്. കമ്പൈൻഡായിട്ടാണ് തന്നെയാണ് ചെയ്യുന്നത്. അതിന് ഞങ്ങൾ തന്നെ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു രീതിയിലാണ് ഫിസിയോയും ആയുർവേദം കൂടി ഞങ്ങൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഭാരതീയ പാരമ്പര്യത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയും മോഡേൺ മെഡിസിനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു നേരിടേണ്ടി വന്നത്? ശരിക്കും നമുക്ക് ആയുർവേദം എന്ന് പറയുമ്പോൾ ഈ ഒത്തിരി പഥ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ആയുർവേദം എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ വരുന്ന ആദ്യം അതാണ്. ഭക്ഷണത്തിലും പിന്നെ ഈ പ്രവൃത്തികളിലൊക്കെയുള്ള ഒരു പഥ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി നിയന്ത്രണങ്ങൾ വെക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഈ നിയന്ത്രണങ്ങൾ ഒരുപാടായാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആയുർവേദം ഇപ്പോൾ ഒരു ചികിത്സയല്ലാതെ സുഖചികിത്സ എന്നുള്ള കൺസെപ്റ്റിലോട്ട് അങ്ങ് മാറിപ്പോയത്. ശരിക്കും ചികിത്സ എടുക്കുമ്പോൾ നല്ല പഥ്യം, പുറംപഥ്യം, അല്ലെങ്കിൽ നല്ല ഇരിപ്പ് സമയം എന്നൊക്കെ നമ്മൾ പറയും. ഒരു 10 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഒരു 20 ദിവസം പുറംപഥ്യം എന്നുള്ള. അപ്പം ഞങ്ങളൊരു ട്രഡീഷണൽ ഫാമിലിയാണ്. ഞങ്ങളുടെ ഫാമിലി പോലും അത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് ആ ഒരു ഫിസിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഏർലി ആംബുലൻസ് ആണ്. ആൾക്കാരെ എത്രയും പെട്ടെന്ന് എങ്ങനെ മൊബിലൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് ആക്ടിവിറ്റിയിലോട്ട് എങ്ങനെ കൊണ്ടുവരും, രണ്ട് കൺസെപ്റ്റാണ്. പക്ഷെ അതിനെ ഞങ്ങളൊന്ന് ഹെൽത്തി ആയിട്ട് കമ്പൈൻ ചെയ്തെടുത്തതാണ്. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഏർലി ആംബുലൻസ് കൊടുക്കും. ആയുർവേദത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് റെസ്റ്റാണ് വേണ്ടത്. അത് രണ്ടും ഓപ്പോസിറ്റ് തന്നെയാണ്. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു ഹെൽത്തി വേയിൽ ചെയ്തെടുക്കാൻ പറ്റി. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റെസ്റ്റ് പീരീഡ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റി. നമ്മളൊരു 14 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 20 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സ് മാക്സിമം മതി റെസ്റ്റ് എന്നുള്ള ഒരു ഇതിലോട്ട് ഞങ്ങളെത്തി. ഇങ്ങനൊരു ചികിത്സാ രീതി കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ രോഗാവസ്ഥകളുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഇവിടേക്ക് എത്തുന്നത്? അങ്ങനെ ഏതെങ്കിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ഉണ്ടോ? അതെ ഉണ്ട്.
ഞങ്ങൾ കൂടുതലും മസ്കുലോസ്കെൽറ്റൽ ഡിസീസ്, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ശരിക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ കോമ്പിനേഷൻ തെറാപ്പിയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് മസ്കുലോസ്കെൽറ്റൽ ഡിസോർഡേഴ്സ്, അതുപോലെ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ, ഇതൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത് തന്നെ ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് ഡിസ്ബൾജ് കേസുകൾ തന്നെയാണ്. ശരിക്കും നമ്മൾ ആദ്യം നല്ല പേര് വരുന്നത് ഡിസ്ബൾജ് കേസ് ചെയ്തത് തന്നെയാണ്. രണ്ടും കൂടി കമ്പൈൻഡായിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി സർജറി പറഞ്ഞ് അല്ലെങ്കിൽ സർജറിക്കായിട്ട് അഡ്മിറ്റ് ആയിരുന്ന പല കേസുകളും വന്നിട്ട് റിക്കവറായി, അതേപോലെ ഫുഡ് ഡ്രോപ്പ് വരെ വന്ന കേസും റിക്കവറായി പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ചികിത്സാ രീതികളും കമ്പൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണത് രണ്ടും കൂടി ഫ്യൂഷൻ രീതിയിൽ കൊണ്ടുപോകുന്നത്? അതെ, അത് ഫ്യൂഷൻ രീതിയിൽ തന്നെയാണ്. ചില മൊഡാലിറ്റീസ് നമുക്ക് അത്ര ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. അത് പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് അത് വേരി ചെയ്യാറുമുണ്ട്. ചില മൊഡാലിറ്റീസ് നമ്മൾ കമ്പൈൻഡായിട്ട് തന്നെ കൊടുക്കും. ഒരു സെഷൻ ഫിസിയോ അതിൻ്റെ തൊട്ട് ബാക്ക് ടു ബാക്ക് ആയുർവേദത്തിൻ്റെ ഒരു സെഷൻ എന്നുള്ള തരത്തിലോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എല്ലാം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ എപ്പോഴും ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക ആയുർവേദം ആയാലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇന്നതിന് ഇന്ന ചികിത്സ എന്നതിനപ്പുറം പേഷ്യൻ്റെ കണ്ടീഷൻ ഇന്ന ചികിത്സ എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ബൾജ് കേസ് ഒരു 10 കേസ് വന്നാൽ ആ 10 പേർക്ക് ഒരേ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി പോകണമെന്നില്ല. ആളിൻ്റെ ആളിൻ്റെ പ്രകൃതി, ആളിൻ്റെ ശരീരം, ആളിൻ്റെ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കോമോർബിഡിറ്റീസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അപ്പോൾ ചികിത്സ വേരി ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. പക്ഷേ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ വേരിയേഷൻസ് ഓരോ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറ്റി മാറ്റി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ ഇതിൻ്റെ പേര് തന്നെ തപസ്യ എന്നാണ്. അപ്പോൾ അതിന് പിന്നിലുള്ള കാരണം എന്താണ്? തപസ്യ, ഈ ചികിത്സ ഞങ്ങളുടെ തപസ്യാണ്. അങ്ങനെ ഒരു ഇതാണ് ഞങ്ങളുടെ ജീവിതം എന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടിട്ട ഒരു പേരാണ്. ഈ ഒരു ഇങ്ങനെയായിരിക്കണം ഈ ബിൽഡിങ്ങും ഇങ്ങനെയായിരിക്കണം ഇതൊക്കെ ആദ്യമേ മുൻകൂട്ടി ഒരുപാട് സ്റ്റാർട്ട് ചെയ്ത നാൾ മുതൽ ഒരുപാട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. മീൻസ് ആദ്യമൊന്നും നമ്മൾ ശരിക്കും ഒരു ചെറിയൊരു റൂമിൻ്റെ അകത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് പതുക്കെ വീണ്ടും പല സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിൽ ക്ലിനിക്കുകൾ ഇട്ടു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വീടിനോട് ചേർന്നിട്ട് കുറച്ച് സ്പേസ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ആ സ്പേസിൽ നമ്മൾ നല്ല ബിൽഡിംഗ് ചെയ്തെടുത്തിട്ട് അങ്ങനെ പിന്നീട് വന്ന ഒരു പിന്നെ അങ്ങനെ ഗ്രാജുവലി ഉണ്ടാക്കിയെടുത്ത ഒരു ഈ ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്കെപ്പോഴും ആയുർവേദം എന്ന് പറയുന്നത് 4ാമത്തെ വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. അപ്പോൾ ഇതിപ്പോൾ ഒരു സ്പിരിച്വലി അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്റ്റഡ് ഒരു സാധനമാണ്. ഇതിനങ്ങനെ ഇങ്ങനത്തെ ഒരു ഡിവൈനിറ്റി ഉള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ ഫിസിയോയും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴും ആ ഡിവൈനിറ്റിയിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. മാത്രമല്ല ചികിത്സ എപ്പോഴും ഡിവൈനാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ബിൽഡിങ്ങും അങ്ങനത്തെ ഒരു കാര്യവും അങ്ങനത്തെ ഒരു പേരും. പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവരും പലരും വിമർശിക്കും. അങ്ങനെ വിമർശനങ്ങൾ നേരിടേണ്ടി നന്നായിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട്. നന്നായിട്ട് വിമർശനങ്ങൾ നമ്മളുടെ ഫീൽഡിലുള്ളവരുടെ ഭാഗത്തുനിന്ന് തന്നെ ചിലപ്പോൾ കിട്ടാറുണ്ട്. ചിലർ ഭയങ്കര അതിശയത്തോടെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ചിലർ കുറ്റപ്പെടുത്താറുണ്ട്. ചിലർ സംശയദൃഷ്ടിയോടെ ആയിരിക്കും. പേഷ്യൻസ് പോലും ചിലപ്പോൾ ഒരുപാട് അടുത്തിങ്ങനെ ഇപ്പോഴത്തെ ടെൻഡൻസി എന്ന് വെച്ചാൽ നമ്മളൊരു ചികിത്സ ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പരമാവധി കിട്ടാവുന്ന തെറ്റായും ശരിയായമായ അറിവെല്ലാം അവർ ശേഖരിച്ച് വെക്കും. അപ്പോൾ ആ ഒരു സംശയദൃഷ്ടിയോടെയാണ് ഇപ്പോൾ ഡോക്ടറെ അടുത്തൊരു പേഷ്യൻറ്റ് വരുന്നത്. അവരുടെ ഉള്ളിൽ ഫീഡ് ചെയ്ത് വെച്ചൊരു അറിവുമായിട്ടാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർക്കറിയില്ല. നമുക്കത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനും പാടാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു വിമർശനത്തിൻ്റെ രീതിയിൽ വരുന്ന ഒരുപാട് കേസുകളുണ്ട്. കുറച്ച് ബുദ്ധിയുള്ളവരൊക്കെ പല നോളജ് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാമോ, ഇത് ശരിയാണോ, ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ഓപ്പണായിട്ട് ചോദിച്ചാൽ അങ്ങനെ ഒരു കൺസെപ്റ്റുമായിട്ട് വന്നിട്ട് അതുകൊണ്ടാണ് എനിക്ക് വേദന മാറാത്തത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട്, അതിൽ മാറുമെന്ന് നമ്മൾ പറയുമ്പോൾ അവരത് അക്സെപ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോഴും ഉണ്ട്. ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് നമ്മളെപ്പോഴും അവരോട് പറയുന്നത് മാറ്റിത്തരാമെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കാനേ പറയുന്നുള്ളൂ. ഞങ്ങളോടൊപ്പം ഞങ്ങളോട് സഹകരിച്ച് നിങ്ങളൊന്ന് നിൽക്കുക, ഇത്തിരി ക്ഷമ, അത്ര മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. 100% മാറ്റിത്തരാമെന്ന് ഞങ്ങൾ പറയാറില്ല. ഏതൊക്കെ രോഗാവസ്ഥയ്ക്ക് കൂടുതൽ ആൾക്കാർ വരുന്നത് തോന്നുന്നു? കൂടുതൽ ഡിസ്ബൾജ് കേസാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോൾ സ്ട്രോക്ക് കേസും നന്നായിട്ടുണ്ട്. അതും ഞങ്ങൾ കമ്പൈനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ രോഗങ്ങൾ ഇപ്പോൾ നന്നായിട്ട്, അത് PCOD പോലെ സബ് ഫെർട്ടിലിറ്റി വരുന്നതും പിന്നെ PCOD കേസുകൾ നന്നായിട്ട് അതും നന്നായിട്ട് പോകുന്നുണ്ട്. അതായത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്. അതിനുവേണ്ടി പ്രത്യേക എന്തെങ്കിലും ചികിത്സ ഞങ്ങളുടെ PCODക്ക് നമുക്ക് നല്ല ആയുർവേദത്തിൽ നല്ല ചികിത്സ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് വെയിറ്റ് റിഡക്ഷനും തൈറോയിഡിൻ്റെ ഇതുപോലെ അതെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫിസിയോയും കൂടി ആകും. ഫിസിയോസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എക്സസൈസുകൾ ഇതിന് വേണ്ടിയിട്ടുള്ള
ഈ ഇൻറ്റേർണൽ ഓർഗൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക എക്സസൈസുകൾ അതിൻ്റെ യോഗ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നാച്ചുറോപ്പതി യോഗയും കൂടെ ഉണ്ട്. എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സോറിയാസിസ് കേസ് അത് പക്ഷേ നമുക്ക് ഫിസിയോയ്ക്കൊന്നും ചെയ്യാനില്ല. ആയുർവേദത്തിൽ സോറിയാസിസ് കേസിനും നല്ല റിസൾട്ട് വരുന്നുണ്ട്. അധിക ചികിത്സ വരുമ്പോൾ ചിലപ്പോൾ ഈ കിടത്തി ചികിത്സ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുന്ന കേസുകളൊക്കെ ഉണ്ടോ? അപ്പോൾ ഇവിടെ ഒരുക്കുന്ന സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമുക്ക് പല ടൈപ്പിലുള്ള റൂമുകളുണ്ട്. ചെറിയ റൂംസ് ഉണ്ട്, അല്ലാതെ കുറച്ച് നല്ല ഫെസിലിറ്റി ഉള്ള റൂംസ് ഉണ്ട്. തപസ്യയിലെത്തുന്ന രോഗികൾക്ക് കിടത്തി ചികിത്സയോ അല്ലെങ്കിൽ അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൗകര്യങ്ങളോട് കൂടിയ നല്ല റൂം ഇവിടെ ലഭ്യമാണ്. എല്ലാ സൗകര്യങ്ങളും ബാത്ത് അറ്റാച്ച്ഡ് റൂം ആവട്ടെ, TV സൗകര്യം ആകട്ടെ, AC ആവട്ടെ, എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള റൂമും ഇവിടെ ലഭ്യമാണ്. ഇത് ആളിൻ്റെ കേസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഗാംഗ്ലിയോൺ ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ആർത്രൈറ്റിസിൻ്റെ ഹിസ്റ്ററി ഉള്ള പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം ആർത്രൈറ്റിസ് ഉണ്ട്. ഇപ്പോൾ ആർത്രൈറ്റിസ് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുകയാണ്. ഒരു ശരിക്കും ഒരു വൺ സൈഡ് മൊത്തം നീരും നല്ല പെയിനും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു ധാര കൊടുത്തതാണ്, ധാന്യമള ധാര കൊടുത്തതാണ്. തപസ്യയിലെത്തുന്ന രോഗികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്? നമുക്കിവിടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളും മക്കളും എല്ലാം കൂടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. പിള്ളേർ ഇവിടെ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് നടക്കാറുണ്ടാവും. പിന്നെ ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റാഫിനെ വെച്ചിട്ട് വീട്ടിൽ തന്നെ അതൊരു വലിയ, അതുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്കും ഒരു ഹോം അവേ ഹോം ഫീലാണ്. ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഉണ്ട്. ഇപ്പം കിടക്കുന്ന പേഷ്യൻസിന് റെഗുലറായിട്ട് നമ്മൾ യോഗ കൊടുക്കാറുണ്ട്. യോഗയും നാച്ചുറോപ്പതിയും പിന്നെ കൗൺസിലിങ്ങും ഉണ്ട്. ഇപ്പോൾ സൈക്കോതെറാപ്പിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മിക്കവാറും IP വരുന്ന പേഷ്യൻസിന് ഇതെല്ലാം വേണ്ടി വരും. കാരണം ഈ നമ്മൾ എപ്പോഴും ചികിത്സിക്കുമ്പോൾ ശരീരം മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല, മനസ്സും കൂടി ചികിത്സിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ അതും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ഒരു നല്ലൊരു വിങ്, അതായത് ഫിസിയോ ഉണ്ട്, ആയുർവേദം ഉണ്ട്, യോഗ, നാച്ചുറോപ്പതി, സൈക്കോതെറാപ്പി, അങ്ങനെ അത്രയും ഒരു വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ നാച്ചുറോപ്പതി യോഗയും എക്സസൈസുകളും ഡയറ്റ് കൺട്രോളും എല്ലാം കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. അതേപോലെ ഇപ്പോൾ ക്രോണിക് കേസ് വരികയാണ്. ഇപ്പോൾ ഒരു അസുഖം വന്നിട്ട് കുറേ നാളായിപ്പോയി, അല്ലെങ്കിൽ 2-3 വർഷമായി റിക്കറൻ്റ് ആയിട്ട് അസുഖം വരുന്നവർക്ക് പെയിൻ, അപ്പോൾ അവരൊരു ചെറിയ ഡിപ്രഷനിലോട്ട് പോകും. സൈക്കോതെറാപ്പി നന്നായിട്ട് അതിൽ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് അതേപോലെ തന്നെ ഈ സ്ട്രോക്ക് വന്ന ആൾക്കാർ പെട്ടെന്ന് ഡിപ്രഷൻ ആയിരിക്കും, അവരെയും ഒന്ന് നന്നായിട്ട് റിഹാബിലിറ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സൈക്കോതെറാപ്പിയും കൂടെ ഉള്ളപ്പോൾ. എനിക്ക് എൻ്റെ ഫാമിലിയോടുള്ള കമ്മിറ്റ്മെൻറ്റാണ് തപസ്യ. ഞാനൊരു ഒത്തിരി 100 വർഷത്തോളം പഴക്കമുള്ള ഒരു 100-110 വർഷത്തോളം പഴക്കമുള്ള പത്മനാഭ പണിക്കർ എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു അപ്പൂപ്പനായിരുന്നു ആയുർവേദം ഞങ്ങളുടെ ഫാമിലിയിൽ, ഞങ്ങളുടെ അറിവിൽ തുടക്കത്തിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം എൻ്റെ അപ്പാപ്പനായി, അത് കഴിഞ്ഞ് ഞാനായി. അപ്പോൾ അച്ഛനും ആയുർവേദം അല്ലെങ്കിൽ പോലും അച്ഛന് ഈ വേദാന്തം പ്രൊഫസറായിരുന്നു, സംസ്കൃത കോളേജിലെ വേദാന്തം പ്രൊഫസറായിരുന്നു. അവിടുന്ന് പിന്നെ ആയുർവേദ കോളേജിലോട്ട് വന്നു, സംസ്കൃതം പ്രൊഫസറായി. അത്രയും ഒരു ട്രഡീഷനിൽ നിന്നാണ് ഞാൻ വരുന്നത് അവിടുന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു ഒരു സ്ഥാപനം എന്നുള്ളത്. അപ്പാപ്പൻ്റെ പേര് നിലനിർത്തുക എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ശരിക്കും സ്ഥാപനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹമായിരുന്നു എൻ്റെ ഫുൾ സപ്പോർട്ട്. നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻ്റെ മുഖത്ത് വരുന്ന ചിരിയാണ്, അല്ലെങ്കിൽ അവരുടെ ആ നന്ദി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിൽ ചിലർ വന്ന് തൊട്ട് തൊഴുതിട്ട് പോകാറുണ്ട്, കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പോകാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില കേസുകൾ. പിന്നെ ഈ കാല് തളർന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവൻ നടന്നു പോയി തിരിച്ച്.
ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. ആര് പിരിഞ്ഞു പോയാലും പിന്നെ അവർ ഞങ്ങളുടെ ഫാമിലിയാണ്. തപസ്യയിൽ നിന്ന് ഏത് പേഷ്യൻ്റ് ഡിസ്ചാർജായി പോയാലും അങ്ങനെ വിളിക്കുന്ന ഒരുപാട് പേഷ്യൻസ് എനിക്ക് പേഴ്സണലി ഉണ്ട്. അതായത് ഈ എന്തെങ്കിലും അസുഖത്തിന് അഡ്മിറ്റായിട്ട് ചികിത്സ കഴിഞ്ഞ് നല്ല ഭേദമായിട്ട് പോയിട്ട് പിന്നീട് വീട്ടിലൊരു പ്രശ്നം വന്നാൽ പോലും എന്നെ വിളിച്ച് പറയുന്ന കുറച്ച് പേഷ്യൻസ് എനിക്കുണ്ട്. രണ്ടുപേരുടെയും കൂടി സ്വപ്നം തപസ്യയിലെത്തി നിൽക്കുകയാണ്. ഇനി തപസ്യയുടെ ഭാവിയും എന്താണ് കൂടുതൽ? ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് എൻ്റെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആയുർവേദം കുറച്ചും കൂടെ ജനകീയമാക്കുക എന്നുള്ള. ആയുർവേദത്തെക്കുറിച്ച് സാമാന്യം നല്ല തെറ്റിദ്ധാരണകൾ വീഡിയോസായിട്ടും അല്ലാതെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കണം. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിലോട്ട് ആയുർവേദത്തെ കൊണ്ടുവരണം. ഇതൊരു ചികിത്സാ രീതി എന്നതിനെക്കാട്ടിൽ ഒരു ജീവിത രീതിയാണെന്ന് മനുഷ്യരെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഇനിയൊരു തലമുറയെങ്കിലും ആരോഗ്യത്തോടെ വളർത്തിയെടുക്കണം. ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും വിമർശിക്കുന്ന ഒരു കാര്യമാണ് മോഡേൺ മെഡിസിൻ പോലെ അപ്ഡേഷൻ വരുന്നില്ല. സോഷ്യൽ മീഡിയയിലും അങ്ങനെയുള്ള പ്രചരണങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ എന്ന നിലയിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് ശരിക്കും വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഇന്നും എല്ലാ കോളേജുകളിലും ഗവേഷണമുള്ള ഈ റിസർച്ച് സെൻ്ററുകളിലുള്ള എല്ലാ കോളേജുകളിലും നിരന്തരം ഗവേഷണം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ വേറൊരു മെഡിസിൻ്റെ അല്ലെങ്കിൽ വേറൊരു സയൻസിൻ്റെ ബേസ് വെച്ചിട്ട് ഒരു സയൻസിനെ നമുക്ക് അളക്കാൻ പറ്റില്ല. രണ്ടും രണ്ട് കൺസെപ്റ്റാണ്. നമ്മൾ വാദം പിത്തം കഫം എന്ന ത്രിദോഷമൊന്നും പഞ്ചമഹാഭൂതമൊന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ മോഡേൺ മെഡിസിനെ കുറിച്ച് അവെയറാണ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ അനാറ്റമിയും പഠിക്കുന്നു, ഫിസിയോളജി പഠിക്കുന്നു, പത്തോളജി പഠിക്കുന്നു, ഗൈനക്കോളജി പഠിക്കുന്നു, എല്ലാം നമ്മൾ പഠിക്കും, സർജറി പഠിക്കുന്നു. ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഈ കോറിലേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങ് മാറ്റണം. എന്തിനാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്? നമ്മൾ അസുഖത്തിന് ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ അടുത്ത് കണ്ടൊരു വീഡിയോ ഉണ്ട്, ജോണ്ടിസ് മഞ്ഞപ്പിത്തത്തിന് ആയുർവേദ ഒറ്റമൂല ചികിത്സ ചെയ്തു. ആര് പറഞ്ഞു മഞ്ഞപ്പിത്തത്തിന് ആയുർവേദ ഒറ്റമൂല ചികിത്സയുള്ളതെന്ന്? മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് മഞ്ഞപ്പിത്തം ജോണ്ടിസ് എന്ന് പറയുന്ന കേസിൽ ഞങ്ങൾക്ക് കാമല എന്ന് പറയുന്ന അസുഖമാണ്. അത് നമ്മുടെ ലിവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അസുഖമാണ്. അത് മഞ്ഞപ്പിത്തമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അതൊരു ആചാര്യനും പറഞ്ഞിട്ടില്ല. അതിനെ ഒറ്റമൂലി കൊടുത്ത് മാറ്റാമെന്ന് ഒരു ആചാര്യനും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടറിന് എന്തറിയാമെന്ന് പോലും ആർക്കും അറിയില്ല. വന്നിട്ട് നിങ്ങളിപ്പോൾ നമ്മൾ എന്തെങ്കിലും അസുഖം നിങ്ങൾ ഇതിന് മരുന്ന് കൊടുക്കുമോ, അപ്പോൾ കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇതൊക്കെ ചികിത്സിക്കാൻ അറിയുമോ? ഇങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാട്. കാരണം ഇത് എന്താണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് പോലും അല്ലെങ്കിൽ ആയുർവേദം വെച്ചാൽ പദ്യവും കഷായമാണെന്ന്. പദ്യം, കഷായം, എണ്ണ, കിഴി, പിഴിച്ചിൽ, ഉഴിച്ചിൽ, ഇതാണ് പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ. കിഴിയും പിഴിച്ചിലാണെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. പഞ്ചകർമ്മം അതേയല്ല. പഞ്ചകർമ്മം 5 മെയിൻ കർമ്മങ്ങളാണ്. അത് കിഴിയും പിഴിച്ചിലും ഒന്നുമല്ല, അതൊക്കെ അതിൻ്റെ പൂർവ്വകർമ്മങ്ങളാണ്. മെയിനായിട്ടുള്ള 5 കർമ്മങ്ങളും ഈ കിഴിയും പിഴിച്ചിലും ഒന്നും അല്ല, അത് വേറെ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തെറ്റായ ഒരു ധാരണ ഭയങ്കരമായിട്ട്. ആയുർവേദം എന്ന് പറഞ്ഞാൽ കിഴിയിടലാണ്, തിരുമലാണ്, തിരുമ്മിക്കാൻ പോണു, ഇതൊക്കെയാണ് ഒരു പറച്ചിൽ. അപ്പോൾ അത് ശരിക്കും ഡിഫറൻ്റ് ആണ്. അത് ആ കൺസെപ്റ്റാണ് മാറേണ്ടത്. ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു അവയർനെസ് വേണം. ഇതെന്താണ് എന്ന് മനസ്സിലാക്കണം. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്തെല്ലാം അസുഖത്തിനും ചികിത്സയുണ്ട്. എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട്, എല്ലാ അസുഖവും ചികിത്സിക്കാൻ പറ്റും. പിന്നെ മോഡേൺ അല്ലെങ്കിൽ വേറൊരു സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ ആയുർവേദത്തെ കാണാതിരിക്കുക. ഞങ്ങൾക്കിപ്പോൾ ഈ പാരമ്പര്യമായിട്ട് ഈ തലമുറകളായിട്ട് മാറി വരുന്ന കൈമാറി വന്ന കുറച്ച് മെഡിസിൻ പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എഴുതി വെച്ചിരുന്ന കുറച്ച് പ്രത്യേക മെഡിസിൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് പ്രസവരക്ഷയ്ക്കൊക്കെ ഞങ്ങളെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന മെഡിസിൻസ് ഉണ്ട്. കുട്ടികളുടെ നിറം, അമ്മയുടെ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അത് തലമുറകളായിട്ട് വന്ന കുറച്ച് മെഡിസിൻസാണ്. അങ്ങനെയുള്ള കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്. ഞാനത് ചൂസ് ചെയ്യാൻ ഇപ്പോൾ വീട്ടുകാരെന്നെ പറയുന്നു, കുഞ്ഞിലെ മുതൽ ഞാൻ കേൾക്കുന്നത് ആയുർവേദം പഠിക്കേണ്ട കുട്ടിയാണ്, അടുത്തത് മോളാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാനത് എനിക്കും കൂടി ചെയ്യണം. എനിക്ക് പല കൺസെപ്റ്റായിരുന്നു. എനിക്ക് സംസ്കൃതം എടുത്ത് പോകണം, ലെക്ചറർ ആവണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പോകണം. ഇംഗ്ലീഷിനൊക്കെ നല്ല സ്കോറാണ്, അപ്പോൾ ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പോകണം. അങ്ങനെ പലത്, പിന്നെ വക്കീലാകണം, അങ്ങനെയൊക്കെ പല ചിന്തകളായിരുന്നു. പക്ഷേ ഞാൻ ശരിക്കും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് വന്നിട്ടില്ലാത്ത അസുഖങ്ങളില്ല. ഈ വില്ലൻ ചുമ, പൊങ്ങം, അങ്ങനെ ഒരുവിധം കുട്ടികൾക്ക് വരാവുന്ന മഞ്ഞപ്പിത്തം, രക്തപിത്തം എന്ന് പറയുന്ന ശ്വേതപ്രതനം വരെ അങ്ങനെ വലിയ അസുഖങ്ങൾ വന്നിട്ട് ആയുർവേദം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ചെറുതിലെ പോളിയോ വന്ന ആളാണ് ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് എനിക്കറിയാം. പോളിയോ വന്ന് 2 കാലും തളർന്നു പോയ കുട്ടിയാണ് ഞാൻ. അവിടുന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പൻ പങ്കാഴ്ച വൈദ്യൻ, പഴയ കാലത്ത് ഒരു വലിയ വൈദ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സയിലാണ് ഞാൻ രക്ഷപ്പെടുന്നത്. അതിനുശേഷം എൻ്റെ കാലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പുള്ളി എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു.
ഞാൻ ശരിക്കും പക്ഷെ ഒരു 7-8 ക്ലാസ് വരെ എനിക്ക് നല്ല സിവിയറായിട്ട് പെയിൻ വരുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ കാലിന് യാതൊരു വീക്ക്നെസ്സും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരുവിധം എല്ലാ അസുഖങ്ങളും ഒരു 10th ഒരു 10-15 വയസ്സ് വരെ ഒരു പാരസിറ്റമോൾ ഞാൻ കഴിച്ചിട്ടില്ല. ആയുർവേദം മാത്രം. അതിലെനിക്ക് അത്ര വിശ്വാസമുണ്ട്. തപസ്യ എന്ന ഈ സ്വപ്നം കൂടുതൽ വലുതായി ഇവിടെ എത്തുന്ന രോഗികളൊക്കെ പുഞ്ചിരിയോടുകൂടി മടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു.